അപ്പോൾ വെൽക്കം ബാക്ക് ഗായ്സ് ടു ഫിലിമി രസം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഈ അടുത്ത് നമ്മുടെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാന്താരയാണ്. അപ്പോൾ നമ്മൾ പടം കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം കാന്താര പ്രീക്വൽ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതൊരു അടിപൊളി പടമായിരുന്നു. അത് വെറും 16 കോടിക്ക് നിർമ്മിച്ച ഒരു പടമായിരുന്നു അന്ന്. അത് കാന്താര ഫസ്റ്റ് പാർട്ട്. അത് അവസാനം കളക്ഷനിൽ നേടിയത് 400 കോടിയാണ്. അപ്പൊ ആ റെക്കോർഡൊക്കെ പൊട്ടിക്കാൻ വേണ്ടി തന്നെയാണ് അവർ ഇപ്രാവശ്യം ഈ പടം ഇറക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അറിയാലോ, ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഋഷഭ് ഷെട്ടി തന്നെയാണ്. കൂടാതെ ഇത് ആക്ട് ചെയ്യുന്ന ഋഷഭ് ഷെട്ടി തന്നെയാണ്. അപ്പോൾ ഈ പടം എന്ന് പറയുന്നത് ഇതിന്റെ കാസ്റ്റിംഗ് ആയിക്കോട്ടെ, കോറിയോഗ്രഫി ആയിക്കോട്ടെ, മ്യൂസിക് ഡയറക്ഷൻ ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, എല്ലാ മേഖലയും ഒരു രക്ഷയില്ലാത്ത രീതിയിൽ തന്നെയാണ് അവർ ഒരു കാര്യത്തിലും VFX ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാതെയാണ് അവർ ഈ പടം ഇറക്കിയിരിക്കുന്നത്. ഈ പടം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. അതായത് ഈ അടുത്ത കാലത്ത് ഇത്രയും നല്ലൊരു പടം എന്തായാലും ഇറങ്ങിയിട്ടില്ല, അത് ഒരു സംശയമില്ല. കാന്താര 2 ഡെഫിനറ്റ് ആയിട്ടും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത് ഒരു കാരണവശാൽ നിങ്ങൾ ഇത് മിസ് ചെയ്യരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇതിന്റെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ അധികം ആൾക്കാരെ അറിയില്ല. ആകെ അറിയാവുന്ന ഋഷഭ് ഷെട്ടി, പിന്നെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ എല്ലാ ആക്ടേഴ്സും നമുക്ക് അതിനകത്ത് മോശമായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരാളെ പോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. എല്ലാ ആക്ടേഴ്സും അവരുടെ റോള് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ജയറാം പടത്തിലുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ആകെ പറയാനുള്ളത് ജയറാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വേറൊരു ഇൻഡസ്ട്രിയിൽ പോയി അഭിനയിച്ച് വെച്ച് നോക്കുമ്പോൾ ജയറാമിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പടം ഇതായിരിക്കും. കാരണം അത്രയും നല്ലൊരു റോളാണ്, അത്രയും നല്ലൊരു പെർഫോമൻസ് ജയറാം ഈ സിനിമയിൽ ഇട്ടിട്ടുണ്ട്. നല്ലൊരു കാര്യം. കാരണം ജയറാം എന്തായാലും ബാക്കി ഇൻഡസ്ട്രിയിൽ പോകുന്നുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് ജയറാം അഭിനയിച്ചിട്ടുള്ള റോൾ വെച്ച് നോക്കുമ്പോൾ ഇത് എന്തൊക്കെ പറഞ്ഞാൽ ഇത് ബെസ്റ്റ് റോൾ തന്നെയാണ് ഇതിനകത്ത് ജയറാമിന് കിട്ടിയത്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ആൾ ഇതിന്റെ ആക്ട്രസ് ആണ്, രുക്മിണി വസന്ത്. ഒരു ക്വീൻ കളിക്കുന്ന റോളാണ് ഇതിനകത്തുള്ളത്. ക്വീൻ ആണ്, റാണിയാണ്. പക്ഷെ സൂപ്പർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഷി വാസ് സോ പെർഫെക്റ്റ് ഫോർ ദ റോൾ. ഒരു കുറ്റവും പറയാനില്ല. നമുക്ക് ശരിക്കും ആ ഒരു മഹാറാണിക്ക് കിട്ടേണ്ട ഒരു ആംബിയൻസും ഒരു ഓറയും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഋഷഭ് ഷെട്ടിയെ കുറിച്ച് ഞാൻ അധികം ഒന്നും പറയാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഋഷഭ് ഷെട്ടി നമുക്കറിയാലോ, ഒരു രക്ഷയില്ലാത്ത ആക്ടിങ് തന്നെയാണ്. നമ്മുടെ പ്രീക്വലില് ഋഷഭ് ഷെട്ടി എത്രമാത്രം അടിപൊളിയായിരുന്നോ അത്രയും തന്നെ അടിപൊളിയാണ് ഇതിലും. ചിലപ്പോൾ അതിൽ കൂടുതലെന്ന് പറയാനേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഋഷഭ് ഷെട്ടി ഓൾറെഡി നമുക്കറിയാം, കഴിഞ്ഞ കാന്താര അഭിനയിച്ചുകൊണ്ട് തന്നെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ സിനിമയ്ക്കകത്തും നാഷണൽ അവാർഡ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതിനകത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. സൂപ്പർ ആയിട്ടൊരു അഭിനയം തന്നെയാണ് ഇതിനകത്തും. പിന്നെ പറയേണ്ട കാര്യം വെച്ചാൽ ഋഷഭ് ഷെട്ടിയുടെ ബോഡി ആണെങ്കിലും വളരെ ആപ്റ്റ് ആണ് റോളിന്. അതായത് ഇതൊരു കൊളോണിയൽ ടൈംസിലെ സമയമാണ് കാണിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഓബിയസ്ലി നമുക്ക് ഇപ്പോഴത്തെ ബോളിവുഡ് സ്റ്റാർസിനെ പോലെ അത്രയും ബോഡിയുള്ള ആൾക്കാരല്ല നമ്മൾ വെക്കേണ്ടത്. നമുക്ക് നാച്ചുറൽ ആയിട്ടല്ല, നമുക്ക് അത്യാവശ്യം മസിലിന്റെ കൂടെ ഫാറ്റും കൂടി ഉള്ള ഒരു രീതിയിൽ, രണ്ടിന്റെ ഒരു മിക്സ് ഉള്ള രീതിയിൽ കറക്റ്റ് ആപ്റ്റ് ഉള്ള ഒരു ബോഡിയാണ് ഋഷഭ് ഷെട്ടിയുടെ. അധികം മസിലല്ല, അധികം ഫാറ്റ് അല്ല, എല്ലാത്തിന്റെ ഒരു മിക്സ്ചർ വന്ന രീതിയിലാണ് ഋഷഭ് ഷെട്ടിയുടെ ബോഡി ആണെങ്കിലും എല്ലാം കൊണ്ടും അവരതിനകത്ത് ഉപയോഗിക്കുന്ന ഡ്രസ്സിങ് ആണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കൊളോണിയൽ ടൈംസ് ആയിട്ട് മാച്ച് ആയി പോകുന്നുണ്ട്. പിന്നെ അവരുടെ ഫോറസ്റ്റിലുള്ള അവരുടെ റിച്വൽസ്, ട്രൈബ്സ്, ആ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന എല്ലാം മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഋഷഭ് ഷെട്ടി പറയുന്നുണ്ട്. ഋഷഭ് ഷെട്ടി ഈ സിനിമ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി 2-3 മാസം കോ റൈറ്റേഴ്സിന്റെ കൂടെ ഫോറസ്റ്റിലൊക്കെ പോയി ഇതിനെക്കുറിച്ച് ഒത്തിരി റിസർച്ച് ചെയ്ത് കഴിഞ്ഞ് തന്നെയാണ് ഈ പടം പിടിച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ വർക്ക് നമുക്ക് ഒത്തിരി കാണാനുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇനി VFX. ഇത്ര അടിപൊളി VFX, ഒരു രക്ഷയും ഇല്ലാത്ത VFX ആയിരുന്നു. അതായത് കാന്താര 1-ൽ വലിയ VFXന് ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ഇതിനകത്ത് ഒരു രക്ഷയും ഇല്ലാത്ത VFX ആണ് അവർ ഇറക്കിയിരിക്കുന്നത്. കാരണം നമുക്ക് ഒരു സമയത്ത് നമുക്ക് VFX കണ്ട് അതൊരു ഇച്ചിരി മോശമായി പോയതൊന്നും പറയാനില്ല. എല്ലാ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു മേഖല പോലും ഈ സിനിമയിൽ നമുക്ക് മോശമെന്ന് പറയാൻ പറ്റില്ല. ഡ്രസ്സിങ് ആയിക്കോട്ടെ, VFX ആയിക്കോട്ടെ, സ്റ്റണ്ട് ഒരു രക്ഷയില്ലാത്ത സ്റ്റണ്ടാ. സൂപ്പർ ഫൈറ്റിംഗ് ആട്ടോ. പിന്നെ ഡ്രസ്സിങ്, കാസ്റ്റിംഗ്, എല്ലാ രീതിയിലും, ഡയറക്ഷൻ, റൈറ്റിംഗ്, എല്ലാ രീതിയിലും ഈ പടം ഒരു മികച്ച പടം തന്നെയാണ്. നിങ്ങൾ ഒരു കാരണവശാലും ഈ പടം തിയേറ്ററിൽ പോയി കാണാതിരിക്കരുത്. നിങ്ങൾ ഇത് തിയേറ്ററിൽ പോയി കാണാതിരുന്ന ഒരു ഭയങ്കര വലിയ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും നിങ്ങൾ മിസ്സാവുന്ന. വിഷ്വൽ ട്രീറ്റ് എന്ന് പറയുമ്പോഴാണ്, വിഷ്വൽ ട്രീറ്റ് ഒരു ഭയങ്കരമാണ്. അതായത് ഈ സിനിമയിൽ കാണിക്കുന്നത് അവര് ആ കൊട്ടാരത്തിന്റെ കാര്യങ്ങൾ കാണിക്കുമ്പോഴായിക്കോട്ടെ, അവര് ദൈവങ്ങളുടെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ ആയിക്കോട്ടെ, കാട്ടിലെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ ആയിക്കോട്ടെ, എപ്പോഴും അതിന്റെ വിഷ്വൽ ട്രീറ്റ് വളരെ നല്ലതാണ്. കളർ ഗ്രേഡിങ്ങിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ ഓർക്കും ഇത് പക്ക ഒരു റിലീജിയസ് പടം മാത്രമാകുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇത് സത്യം പറഞ്ഞാൽ കൊളോണിയൽ ടൈംസിൽ ഉണ്ടായിരുന്ന സമയത്ത് കാട്ടിലുള്ളവർക്ക് ഇതൊക്കെ ചെയ്തായിരുന്നെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയേനെ
എന്നൊക്കെ ഒരു രീതിയിലാണ് അവർ ഈ പടം നമ്മളെ കാണിക്കുന്നത്. കൂടെ അതിന്റെ കൂടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും വളരെ നമുക്ക് ശരിക്കും അത് കണ്ടോണ്ടിരിക്കുക, നമുക്ക് ശരിക്കും ആ ഒരു സ്പിരിറ്റിൽ കയറാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവര് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ മോശം പറയുന്നതല്ല, പക്ഷെ കാന്താര 1 കണ്ടിട്ടുള്ള ഒരാൾ, ആദ്യമായിട്ട് കാന്താരയുടെ പ്രീക്വൽ കണ്ട സമയത്ത് നമുക്ക് പറയാം, ഓഫ് ഇതൊരു രക്ഷയില്ലാത്ത പടവാ, അങ്ങനൊക്കെ നമുക്ക് പറയാം. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ഈ പടം കണ്ടു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇനി പ്രീക്വൽ കാണാൻ പറ്റാത്തൊരു രീതിയിലാണ് ഈ പടം പിടിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഈ പടം അത്രയും നല്ലതാണ്. ഈ പടം ഇത്രയും നല്ലതായതുകൊണ്ട് തന്നെ പ്രീക്വലായി പിടിച്ചു വെച്ച അത്രയും നല്ല അടിപൊളി പടം നമുക്കിനി കാണാൻ തോന്നത്ത് പോലുമില്ല. അത്രയും നല്ല രീതിയിലാണ് ഇവരിത് മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഹാറ്റ്സ് ഓഫ് എന്ന് തന്നെ പറയണം. കാരണം നമുക്കറിയാം പ്രീക്വൽ എത്രമാത്രം നല്ല നല്ല പടമാണ്. പക്ഷേ അതിനെ ഒന്നുമല്ലാത്ത രീതിയിൽ ഈ പടം ഇറക്കാൻ അവർക്ക് പറ്റുമെങ്കിൽ അത് അവരുടെ ഹാർഡ് വർക്ക് തന്നെയാണ്. കാരണം അവർ അത്രയും വർക്ക് ചെയ്യാണ്ട് ഒരിക്കലും ഇത്ര നല്ലോണം ഒരു പടം അവർക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ ഉറപ്പായിട്ടും ഈ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. വളരെ നല്ലൊരു പടമാണ്. ഉറപ്പായിട്ടും ബോക്സ് ഓഫീസ് കളക്ഷനിലാണെങ്കിൽ ഇത് വളരെ നല്ലോണം കയറാനുള്ള ഒരു പടമാണ്, അതിനൊരു സംശയവും. ഒത്തിരി അവാർഡ്സ് കിട്ടാനുള്ള ഒരു പടമാവാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും പടം പോയി കാണാൻ ശ്രമിക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ നിങ്ങൾ ഈ പടം കാണുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. ഓക്കെ, സോ ബൈ ബൈ.